ഇത്രയും വലിയ ബാഗ് തൂക്കി ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് സംശയം കാണത്തില്ല. കാരണം ഞാൻ തമിഴ്നാട്ടിൽ ഇട്ടിട്ടുണ്ടല്ലോ, മേഘാലയ ഈസ് കോളിംഗ്. അപ്പം മേഘാലയയ്ക്കാണ് ഇത്തവണ പോകുന്നത്. ഇതൊരു സോളോ ട്രിപ്പാണ്. സോളോ ട്രിപ്പ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. ഇതൊരു കമ്മ്യൂണിറ്റി ട്രിപ്പാണ്. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കറിയുന്ന വേറെ ആരും എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. ഏർലി മോർണിംഗ് അല്ല, 8 o'clock ഫ്ലൈറ്റ്. സോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡൊമസ്റ്റിക് ഡിപ്പാർച്ചറിൻ്റെ അവിടേക്ക് എത്തി. ഞാനിങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇൻ്റർനാഷണൽ ടെർമിനൽ ഇസ് വെരി നൈസ്. അപ്പോൾ ആ ടെർമിനലിലായിരുന്നു എൻ്റെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റും ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഒറ്റയ്ക്ക് കയറി പോകുന്നതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നില്ല, കാരണം ഞാൻ കൊറോണയിൽ കയറിയിട്ടുണ്ട് ഒറ്റയ്ക്ക്. അങ്ങനെ ഒരു 11:30 ആകുമ്പോൾ നമ്മൾ എവിടെ എത്തി? അസ്സാമിലെത്തി, ഗുവാഹട്ടി എയർപോർട്ടിലെത്തി. അവിടെ അവരുടെ സാംസ്കാരികപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ആ ടീമിൻ്റെ ക്യാപ്റ്റനെ മീറ്റ് ചെയ്തത്. അവിടെ ഒത്തിരി പേര് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. 10-12 ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ ടീമിൽ. ഒരു ടെമ്പോ ഒക്കെ വിളിച്ച് എല്ലാവരെയും അതിലോട്ട് ബോർഡ് ചെയ്തിട്ട്, അപ്പോൾ ഈ ഗുവാഹട്ടിയിൽ നിന്ന് മേഘാലയയിലേക്ക്, അതായത് ഷില്ലോങ്ങിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് ഹെഡ് ചെയ്യുന്നത്. അവിടേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ വഴിയിലിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ട്രിപ്പിൻ്റെ ക്യാപ്റ്റൻ ആകാശ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അവർ ചെറുതായിട്ട് എന്താ പറയുക, നമ്മൾ ഐസ് ബ്രേക്ക് ചെയ്യുന്ന മാതിരത്തെ കുറച്ച് പരിപാടികൾ. നമ്മുടെ റോഡും നമ്മുടെ ഇതൊക്കെ പോലെ തന്നെയാണ് കാര്യങ്ങൾ. പക്ഷെ ഇത്രയും കൂടെ ഒരു ഗാർഡ് സെക്ഷനായിരുന്നു ഷില്ലോങ്ങിലേക്ക് പോണ വഴി മുഴുവനും. പക്ഷെ നല്ല പച്ചപ്പ്, നല്ല ഹരിതാഭ, എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഇൻ ബിറ്റ്വീൻ നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ട്, അതായത് നമ്മൾ രാവിലെ വന്നതാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാനായിരുന്നു അവർ നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും കിട്ടിയില്ല. നമ്മുടെ കാണുന്ന പോലത്തെ എയർപോർട്ട് പോലത്തെ ഒരു എയർപോർട്ടല്ല, അതൊരു ഇത്തിരി കൂടെ ഒരു സൗകര്യങ്ങളൊക്കെ കുറഞ്ഞൊരു എയർപോർട്ടാണത്. പിന്നെ ആദ്യമായിട്ട് നോർത്ത് ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുന്നു, അത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നു എന്നുള്ളൊരു പേടിയും ഒക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഡീബോർഡ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കും. അങ്ങനെ ഫസ്റ്റ് ഒരു പോയിന്റിൽ നിർത്തിയത് ഉമിയാം ലേക്ക് വ്യൂ പോയിൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഉമിയാം ലേക്ക് മുഴുവൻ കാണാമായിരുന്നു. നമുക്കത് ലാസ്റ്റ് ഡേയിൽ ഈ ഉമിയാം ലേക്ക് നമ്മുടെ ഐറ്റിനറിയിലുണ്ട്. അപ്പം നമ്മൾ അവിടെ വെച്ച് എന്തായാലും കാണാൻ പോകുന്നതാണ്. അതുകൊണ്ട് ഈ വ്യൂ പോയിന്റ് നിർത്തി കുറച്ച് നേരം നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ടു. കുറച്ച് തെലുഗു ആൾക്കാരുണ്ടായിരുന്നു, മുംബൈയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, കൊൽക്കത്ത പീപ്പിൾ ഉണ്ടായിരുന്നു, റീസെൻ്റ്ലി മാരീഡ് ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ യാത്ര ചെയ്ത് ഷില്ലോങ്ങിലെത്തിയപ്പോൾ ആകാശ് എന്ത് ചെയ്തു, നമ്മളവിടെ ഷില്ലോങ് മാർക്കറ്റിൻ്റെ അവിടെ ഇറക്കി വിട്ടു. നിങ്ങൾ എവിടെ വേണമെങ്കിലും തിരിഞ്ഞ് നടന്നോളൂ, എന്നിട്ട് ഒരു വണ്ടി പിടിച്ച് ഈ ഹോട്ടലിലേക്ക് വന്നാൽ മതി എന്നാണ് ഈ ഹോട്ടലിൻ്റെ നമ്പറും നമുക്ക് തന്നു. അപ്പോൾ നമ്മൾ ആ സമയത്താണ് നമ്മൾ ഈ വന്ന ആൾക്കാരെ എല്ലാം പരിചയപ്പെടുന്നത്. കമ്മ്യൂണിറ്റി ട്രിപ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാരെ, ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും. ആൻഡ് ഈ മാർക്കറ്റ് ഇപ്പോൾ കോറിലേറ്റ് ചെയ്ത് പറയാനാണെങ്കിൽ നമ്മുടെ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോലത്തെ ഒരു മാർക്കറ്റാണ്. ഒത്തിരി നോർത്ത് ഈസ്റ്റ് ആൾക്കാർ അവിടെ വന്നിട്ട് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. പഴം, പച്ചക്കറി, തുണി എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഡിന്നർ കഴിച്ചിട്ടില്ല. ഡിന്നറിന് സമയമായപ്പോൾ നമ്മളൊരു കഫേയിലേക്ക് കയറി. ആ കഫേ ഒരു കോസി കഫേ ആയിരുന്നു. നമ്മളെന്തോ കുറച്ച് സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ട് അന്നത്തെ ഡിന്നർ നമ്മൾ അവിടെ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. നമ്മൾ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ട് നമ്മുടെ ഒരു ഗ്യാങ് ക്രിയേറ്റ് ചെയ്തു. വേറൊരു ഗ്യാങ് അവരുടെ കൂടെ അങ്ങ് പോയായിരുന്നു. ചെറുതായിട്ടൊരു മഴയുണ്ടായിരുന്നു. നമുക്ക് ഞാൻ പോയ സമയം ഒരു മെയ് മാസത്തിലായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ട്. നമ്മൾ മഴ കഴിയുന്നവരെ അവിടെ കാത്തിരുന്നു. കാരണം അല്ലാണ്ട് നമുക്ക് അവിടെ നിന്ന് പോകാനും പറ്റത്തില്ല, കുടയില്ല, ഒന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം ആ ഹോട്ടലിൽ നല്ല വൈബായിരുന്നു. അന്ന് RCBയുടെ കളി ഉണ്ടായിരുന്നു. RCB ഇന്ന് കളി ജയിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ വളരെ നല്ലൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നില്ലേ ഒരു ഗ്ലാസ് ടോപ്പിലേക്ക് ഇങ്ങനെ മഴ വീഴുമ്പോഴുള്ള രസം, ചൂട് ഫുഡ് വരുന്നു, നമ്മളത് കഴിക്കുന്നു. എന്നിട്ടാണ് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങി ഷില്ലോങ് മാർക്കറ്റ് കൂടെ നടന്നിട്ട് നമ്മളൊരു വണ്ടി പിടിച്ചു. പക്ഷേ ആ വണ്ടി വഴി കേടായി. അയാളെ നമ്മൾ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്തു. അങ്ങനെ നമ്മളവിടെ എത്തി. പിറ്റേ ദിവസം അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നീട്ടിയിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. എല്ലാം കുഞ്ഞു വീടുകൾ, പള്ളികളുണ്ട് അവിടെ ഒത്തിരി. അങ്ങനെ ആ സ്ഥലം മുഴുവനും
നല്ലൊരു ശാന്തപരമായിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളത് ചെയ്തു, നമ്മളോട് ഒരു 8 മണി 9 മണിയാകുമ്പോഴേക്ക് റെഡി ആവാനാണ് പറഞ്ഞിരുന്നത്. ആ സമയത്ത് നമ്മൾ എണീറ്റ് നമ്മുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പ് ആക്ച്വലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് ഭയങ്കര പങ്ക്ച്വലായിരുന്നു. കറക്റ്റ് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വരാൻ പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പോകും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ ബ്രെഡ്, മുട്ട, പൂരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അന്ന് ആദ്യത്തെ ഡേ 1 എന്ന് വിളിക്കാൻ പറ്റുന്നൊരു ദിവസത്തേക്ക് നമ്മൾ ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ആ വീടുകളുടെയൊക്കെ പ്രത്യേകതകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാം ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മാതിരത്തെ വീടുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത്തിരിയും കൂടെയൊക്കെ ഡെവലപ്മെൻറ്റ് വരാനുണ്ടോ എന്നുള്ളൊരു സംശയമാണ് എപ്പോഴും. അത് കാണുമ്പോൾ നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു. സാധാരണ മെയ് മാസം എന്ന് പറയുന്നത് മേഘാലയയിലൊരു മഴക്കാലമാണ്, അറിഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷെ തെളിഞ്ഞൊരു ആകാശമായിരുന്നു നമുക്ക് മിക്ക ദിവസം കിട്ടിയത്. അവിടെ നമ്മൾ ആദ്യം പോയത് ഗ്രാൻഡ് കാന്യൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. അതായത് ഒരു വിശാലമായ പറമ്പ് നമുക്ക് മലയാളത്തിൽ പറയാം, പക്ഷെ പറമ്പല്ല, ഒരു കുന്നിൻ്റെ പ്രദേശമായിരുന്നു. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്കാണ് ഈ വണ്ടി നമ്മൾ കണ്ടത്. ഈ വണ്ടിയാണ്, അതായത് മേഘാലയ പോലെയുള്ള നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിലൊന്നും തന്നെയും പബ്ലിക് ട്രാൻസ്പോർട്ട്സ് അത്ര നല്ലതല്ല. അപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ചയായിരുന്നു ഇത്. കുറേ ആൾക്കാർ വണ്ടിയുടെ പുറത്ത് കയറിയിരിക്കുന്നു, ഉള്ളിൽ നിറച്ച ആൾക്കാർ, കുറേ ലഗേജും ഉണ്ട് അതിനകത്ത് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ടൂർ ഗൈഡാണ് ഈ വീഡിയോ എടുത്ത് തന്നിരിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഗ്രാൻഡ് കാന്യൺ കാണാൻ പോയത്. അവിടെ എന്താ പറയുക, അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ് കാണും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത്. ഒരു വലിയ മൊട്ടക്കുന്ന് പോലത്തെ സ്ഥലം, കുറേ ആൾക്കാർ അങ്ങോട്ട് നടക്കുന്നുണ്ട്, ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. കുറേ കപ്പിളുണ്ടായിരുന്നു അവിടെ. അതിങ്ങനെ എല്ലാവരും ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മൾ തന്നെ പോകുന്നതുകൊണ്ടുള്ള പ്രശ്നമാണിത്, ഫോട്ടോ എടുക്കാൻ നമുക്ക് ആരുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, എവിടെയെങ്കിലും ഫോൺ കുത്തിച്ചാരി വെച്ച് ഇങ്ങനെ നടക്കാൻ പോകും. കുറച്ച് ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അപ്പുറത്തുള്ള കൂടെ വന്ന ആൾക്കാരെ വീഡിയോയും ഒക്കെ എടുത്തു കൊടുത്തായിരുന്നു. എന്നിട്ട് അവിടെ നിൽക്കാനൊരു നല്ല സുഖം, നല്ലൊരു ബ്രീസും ഒരു സുഖകരമായ അന്തരീക്ഷമായിരുന്നു ഈ ഗ്രാൻഡ് കാന്യണിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ മേഘാലയയിൽ പോവുകയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് ഞാൻ പറയും. അന്ന് അന്തരീക്ഷം നല്ലതായതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, ആ സമയത്ത് മഴയൊന്നും ഉണ്ടായില്ല, നമുക്ക് നല്ല വ്യൂ കിട്ടിയായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രഹസനം. ഫോൺ കുത്തിച്ചാരി വയ്ക്കുന്നു, ഇങ്ങനെ അങ്ങോട്ടും, ഇത് ഞാനിവിടെ കുത്തിച്ചാരി വെച്ച് അങ്ങോട്ടും നടന്ന് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ പോയതൊരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് ഞാൻ മറന്നുപോയി. ലിങ്സ്കയർ ഫാൾസ്, അതാണ് ആ ഫാൾസ് ഉണ്ടായിരുന്നത്. അവിടേക്ക് നടന്നു പോകുന്ന ഒരു പാതയാണ്. അത്യാവശ്യം കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. നല്ല അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. നമുക്കതിങ്ങനെ നീന്തി ക്രോസ് ചെയ്തിട്ടൊക്കെ പോകുമായിരുന്നു. ആ വീഡിയോസൊന്നും ഞാനിവിടെ ഇടുന്നില്ല, കാരണം അതൊരു ഗ്രൂപ്പ് വീഡിയോ ആണ്, എല്ലാവരും കൺസേൺ നമുക്കില്ല. അതിന് ശേഷം പോയൊരു സ്ഥലമാണ് ആർവ കേവ്. ആർവ കേവ് ഇസ് ഒരു പഴയ കാലത്തെ ഒരു ഗുഹ പോലത്തെ സംഭവം. അതിനകത്ത് കുറേ ആർക്കിയോളജിക്കലായിട്ടുള്ള ഫോസിൽസൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് പോണ ഒരു വഴിയാണിത്. നല്ലൊരു വഴിയായിരുന്നു, നൈസായിട്ട്. ഞാൻ പൊതുവെ ട്രെക്കിങ്ങിനൊക്കെ പോകുന്നതായതുകൊണ്ട് എനിക്കൊരു കൂട്ട് കിട്ടി. ആ കൂട്ടിയും കുറച്ച് ഫാസ്റ്റായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ആസ്വദിച്ച് വേഗം നടന്ന്, നമ്മുടെ ട്രക്ക് ലീഡറിൻ്റെ ഗ്രൂപ്പ് ലീഡറിൻ്റെ കൂടെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ചെറിയ ചെറിയ പടികൾ, പഴയ കാലത്തിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്നു എന്നുള്ളത് ഒരു അപ്രീഷിയബിൾ തിങ്ങാണ്. എന്നിട്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്. ചില പഴയ ചെറിയ ജീവികളുടെ ഫോസിലുകൾ അതിലുണ്ട്. എന്നിട്ട് നമ്മൾ ആകാശമാണ് ആദ്യം അതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഒരു ഇരുട്ട് നിറഞ്ഞ ഗുഹയാണത്. കുറച്ച് സ്ഥലത്തൊക്കെ നമ്മൾ കുനിഞ്ഞു പോകണം, നിലത്ത് കുറേ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ കുട കരുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ അടുത്ത്. അപ്പോൾ വേണ്ട സമയത്ത് വേണമെങ്കിൽ കുടയിടാം, അല്ലെങ്കിൽ നമ്മൾ നനയും പുറത്ത് വരുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മൾക്ക് റെയിൻ ജാക്കറ്റ് ഇടേണ്ടി വരും. ആ കാണുന്ന ബ്ലാക്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഫോസിൽസ്. അപ്പോൾ നമ്മൾ കുറേ കാലം നമ്മൾ കേട്ടിട്ടുണ്ട് ഫോസിൽ ആർക്കിയോളജിക്കൽ തിങ്സ്. ഇവിടുന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് ഇത് കാണാനുള്ള ഒരു ഇത് കിട്ടിയത്.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഒരു ചെറിയ സ്ഥലത്ത് മുകളിലേക്ക് ഒരു ഒരു ദ്വാരമൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് ലൈറ്റ് വരുമ്പോൾ നല്ല ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം ഇതിനകത്തുനിന്ന് എടുത്തിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു മഴ പെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്ന മാതിരത്തിൽ അന്തരീക്ഷം വന്നെങ്കിലും അത് പെട്ടെന്ന് തന്നെ പോയി. നമ്മൾ പിന്നെ അവിടുന്ന് ഇത് യാത്ര ചെയ്ത് കണ്ട് ഇറങ്ങി. അപ്പോഴേക്കും നമുക്ക് വൈകുന്നേരമായി. ആ വൈകുന്നേരത്തെ ആ സൺസെറ്റിൻ്റെ സമയത്ത് പതുക്കെ ലൈറ്റുമൊക്കെ ആസ്വദിച്ച് മേഘാലയയിൽ കൂടെ പോകുന്നത് വളരെ രസമുള്ളൊരു അനുഭവമായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് നമ്മൾ പോയ സ്ഥലം എന്ന് പറയുന്നത് നൗകാലിക്കായ് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അതായിരുന്നു അന്ന് ആ ദിവസത്തിലെ ഏറ്റവും അവസാനത്തെ വ്യൂ ഫോർ അസ്. അപ്പോൾ നൗകാലിക്കായ് എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ഉയരത്തുനിന്ന് ചാടുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ്. അതെന്തുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവർ ഹസ്ബൻഡ് ആദ്യം മരിച്ചുപോയി, അവർക്കൊരു കൊച്ചുണ്ടായിരുന്നു. ലേറ്റർ അവർ കല്യാണം കഴിച്ച ആൾ അവർ കുട്ടീനെ കൊന്നു. അപ്പോൾ അതിൽ സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഇവരെന്ത് ചെയ്തു, ഇതിൻ്റെ തലപ്പത്ത് പോയിട്ട് ഒറ്റച്ചാട്ടം ചാടി. അപ്പോൾ അവർ കരയുന്ന പോലെയാണ് ഈ നദി അല്ലെങ്കിൽ ഈ വാട്ടർഫാൾ ഉള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന് നൗകാലിക്കായ് വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാട്ടർഫാൾ ആയിരുന്നു. അത് വീഴുന്നത് കാണാൻ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ഭയങ്കര ഫാസ്റ്റായിട്ട് നല്ല മൊമെൻ്റ് ഉണ്ടായിരുന്നു അത് നിലത്തെത്തുന്ന സമയത്ത്. ആൻഡ് കുറച്ച് നേരം ഒരു സൺസെറ്റൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. പക്ഷേ എല്ലാവർക്കും ആ കഥ കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. പക്ഷെ കുറച്ച് പേര് അതിനെ കളിയാക്കുന്നുണ്ടായിരുന്നു ആസ് യൂഷ്വൽ. അങ്ങനെ നമ്മൾ ആ സ്ഥലമൊക്കെ ഇങ്ങനെ ചുറ്റി കാണുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ബാൻഡാണെന്ന് പറഞ്ഞാൽ അവിടെ ലോക്കലായിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ ഹിന്ദി പാട്ടുകൾ പാടുന്നുണ്ടായിരുന്നു. ബേസിക്കലി മേഘാലയയിലുള്ള ആൾക്കാർ ഹിന്ദിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് അവരുടെ ലാംഗ്വേജ് ഓർ ഇംഗ്ലീഷാണ്. അതിനുശേഷം നമ്മൾ അന്നത്തെ രാത്രി യാത്ര ചെയ്തെത്തിയത് ചിറാപുഞ്ചിയിലേക്കാണ്. ചിറാപുഞ്ചി എന്ന് പറയുമ്പോൾ എല്ലാവരും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ചെന്നപാടെ മഴ പെയ്യാൻ തുടങ്ങി. പക്ഷെ നല്ല രസമുള്ളൊരു സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. എൻ്റെ റൂംമേറ്റ് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അന്ന് പിറ്റേ ദിവസം രാവിലെ നീറ്റിട്ട് കണ്ട ഒരു അന്തരീക്ഷമാണത്. വളരെ രസമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് രാവിലെ യാത്ര ചെയ്യാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ടെമ്പോയിൽ നമ്മൾ കയറിയിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ നൈസായിട്ടുള്ളൊരു പിക്ചറായിരുന്നു ഇങ്ങനെ ആ കമ്പിയിൽ നിന്ന് തുള്ളിയായിട്ട് വീഴുന്നത്. അവിടുന്ന് നമ്മൾ പിന്നെയും യാത്ര തിരിച്ചു. അടുത്ത ഫസ്റ്റ് പോയിൻറ്റ് ചിറാപുഞ്ചിയിലെ ഫസ്റ്റ് പോയിൻറ്റ് അതൊരു എക്സൈറ്റിംഗ് പോയിൻ്റാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കൂടെയൊക്കെ കുറേ കണ്ടിട്ടുള്ള ഡബിൾ ഡക്കർ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. അതൊരു ട്രെക്കാണ് ബേസിക്കലി. ആൻഡ് കുറേയധികം സ്റ്റെപ്സാണ്. ഐ തിങ്ക് 4000 സ്റ്റെപ്സ് ഓർ 7000 സ്റ്റെപ്പ് ഉണ്ട് ആ മൊത്തം കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഫ് യു ആർ നോട്ട് ഫിറ്റ് ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. ബിക്കോസ് അതിൻ്റെ ഇടയ്ക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. അവർ നമ്മൾ ഒരു സ്ട്രെച്ചറിൽ എടുത്തിട്ട് അവർ തന്നെ മുള കൊണ്ട് കെട്ടിയുണ്ടാക്കിയ സ്ട്രെച്ചറിൽ എടുത്തിട്ട് വേണം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ലാണ്ടിരിക്കുക. അല്ലെങ്കിൽ പതുക്കെ കയറുമോ പതുക്കെ ഇറങ്ങുകയോ ചെയ്താൽ മതി. അപ്പം അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ് ഇത്. കുറേ സ്റ്റെപ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുട്ടിന് ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ഉണ്ട്. ഇതെന്ന് പറയുന്ന സംഭവം ടൈർന ഇലാക്ക ടൂറിസം എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ പാട്ടായിരുന്നു. നമ്മൾ ഇതിൽ കൂടെ ഇറങ്ങിയിട്ടാണ് പോയി. നമ്മൾ ആദ്യം കുറച്ച് പിക്ചേഴ്സും എല്ലാം എടുത്ത് ഗ്രൂപ്പിൻ്റെ, എന്നിട്ട് നമ്മൾ യാത്ര തുടങ്ങി. ഞാൻ പൊതുവെ ട്രക്ക് ചെയ്യുന്ന ഒരാളായ കാരണം ഇറ്റ് വാസ് ക്വൈറ്റ് ഈസി ഫോർ മീ. ഞാനും എൻ്റെ ട്രക്ക് ലീഡറും അതൊരു ലോക്കലൈറ്റായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. ഇതാണ് ഇറങ്ങി വരുന്ന വഴി. ഇതേമാതിരി തന്നെ നമ്മൾ കയറേണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റെപ്സിന് അത്ര വീതി ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കാല് വേദനിക്കാനുള്ള സാഹചര്യമുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് ഹോൾട്ടായി അവിടെ എല്ലാവരും കാത്തു നിന്നു. പിന്നെയാണ് നമ്മളിത് റെസ്യൂം ചെയ്തത്. പക്ഷേ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇച്ചിരി കൂടെ വേഗം നമ്മൾ നടന്ന്
ആ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് ഏകദേശം എത്തി. അപ്പോൾ അവിടെ സിംഗിൾ ബ്രിഡ്ജും ഡബിൾ ഡെക്കർ ബ്രിഡ്ജും ഉണ്ട്. ഇത് ആക്ച്വലി പ്രകൃതിയും മനുഷ്യനും ചേർന്നുണ്ടാക്കിയ ഒരു ബ്രിഡ്ജാണെന്നാണ് പറയുന്നത്. അതായത് ഈ മരത്തിൻ്റെ വേരുകൾ കൂടിച്ചേർന്ന് മനുഷ്യൻ ജസ്റ്റ് ഗൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെ കൂടിച്ചേർന്നിട്ട് ആ ബ്രിഡ്ജ് ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ആൻഡ് ചെറുതായിട്ടൊരു സ്ലിപ്പറി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ നടന്ന് പോകുന്ന വഴിയാണ് ഈ കാണുന്നതെല്ലാം. വഴിയിൽ ചെറിയ ചെറിയ ഹട്ടുകൾ ഇതേപോലുള്ളത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ആ ഹട്ടിൽ വെള്ളം കിട്ടും, പക്ഷേ വെള്ളം ഇസ് വെരി കോസ്റ്റ്ലി. വെള്ളം മാത്രമല്ല, അവിടെ നിന്ന് എന്ത് മേടിച്ചാലും കോസ്റ്റ്ലിയാണ്. അവർ കാരണം അവരുടെ ഒരു ജീവിതമാർഗം ഇതാണ്. അവർ ഇത് ഉപയോഗിച്ചിട്ടാണ് ജീവിക്കുന്നത്. സോ ദേ ആർ ചാർജിങ്. ആൻഡ് ഇത് കൊണ്ടുവരണമെങ്കിലും കുറേ ദൂരം നടന്ന് കൊണ്ടുവരണം. അവരതിനോട് യൂസ്ഡാണ്, ബട്ട് സ്റ്റിൽ അവരുടെ എഫേർട്സാണ് അവർ ആ കാശായിട്ട് മേടിക്കുന്നത്. അതിനിടയ്ക്ക് ചെറിയ ചെറിയ ഇങ്ങനത്തെ പാലങ്ങളുണ്ട്. ആ പാലത്തിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ യാത്ര ചെയ്തിരുന്നത്. ഇനി ഇൻസ്റ്റഗ്രാം വേഴ്സസ് റിയാലിറ്റി എന്ന് പറഞ്ഞൊരു ഫേസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പോൾ നമ്മൾ എന്താ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുന്നു, ഒരു ഫോട്ടോ എടുക്കുന്നു, ഇടുന്നു. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി ക്യൂ ബാക്കിൽ ഉണ്ട് എന്നുള്ളത് ആരും അങ്ങനെ കാണിക്കാറില്ല. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നേരത്തെ കണ്ടത് സിംഗിൾ ഡെക്കർ ബ്രിഡ്ജും ഇപ്പോൾ ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജിൽ ഇരുന്നിട്ട് മറ്റേ വോൾഡമോർട്ടിൻ്റെ പോലത്തെ ഒരു ഇതൊക്കെ ഇട്ടിട്ടാണ് നടന്നിരുന്നത്. ആൻഡ് മാഗി ഉണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ. ആൻഡ് അവിടെ മാഗി മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ മാഗി കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങിയ സമയത്ത് നമുക്ക് കുറച്ച് സമയം കിട്ടി. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു. പിന്നെ അവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ നമ്മൾ തിരിച്ച് യാത്ര തുടങ്ങി. സെയിം വഴി തന്നെയാണ് തിരിച്ചു പോകാനുള്ളത്. അപ്പോൾ നമ്മൾ പതുക്കെ നടന്ന് ഇറങ്ങുവാണ്. അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എത്തിയ സ്ഥലം 7 Sisters ആണ്. ഇപ്പോൾ ഇത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ വാട്ടർഫോൾസ് ഉള്ള മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് കാണുന്നത് 7 Sisters ആണ്. ബേസിക്കലി നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റേറ്റ്സിനെ 7 Sisters എന്നാണ് പറയുന്നത്. അതിൽ 6 സിസ്റ്റേഴ്സും 1 ബ്രദറുമാണ്. ബ്രദർ എന്ന് പറയുന്നത് സിക്കിം ബ്രദറാണെന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ സ്റ്റേറ്റ്സും സിസ്റ്റേഴ്സ്. ആ നെയിമിലാണ് ഈ ഒരു വാട്ടർഫോൾ അറിയപ്പെടുന്നത്. ഇതിൻ്റെ അടുത്ത് ഇസ് എ കൊമേഴ്ഷ്യൽ പ്ലേസ്. നമുക്ക് കുറേ പാട്ട് പാടുന്ന ആൾക്കാരെ കാണാം, കുറേ കടകൾ കാണാം. അവിടെ നമ്മൾ മോമോസൊക്കെ ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ ഇതൊരു നൈസ് വാച്ചാണ് കാണാനായിട്ട്. പിന്നെ നമ്മളവിടെ നിന്ന് കുറേ മേഘങ്ങളൊക്കെയുള്ള വഴി ഇറങ്ങിയിട്ടാണ് താഴോട്ട് വരുന്നത്. മൗലിനാവ് ഇതൊരു ക്ലീനസ്റ്റ് വില്ലേജാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡൊക്കെ കിട്ടിയ ഒരു സ്ഥലമാണ്. നൈസ് ഒരു വില്ലേജാണ്. അവരിത് ക്രാഫ്റ്റ് ചെയ്തെടുത്തതാണ്. എവിടെയും പച്ചപ്പ്, പുല്ല്, പിന്നെ കുറേ ചെറിയ ചെറിയ ഹട്ടുകളുണ്ടായിരുന്നു. നമ്മൾ നടന്നു തുടങ്ങിയ സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് എ പാർക്കിംഗ് പ്ലേസ്. ദെൻ നമ്മളൊരു ഹട്ട് കണ്ടു. അതിന് ബാമ്പു ഹട്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ബാമ്പുവിൽ കൂടെ ഇങ്ങനെ കയറി അവിടെ എത്തി നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അവിടുന്ന് കുറേ സാധനങ്ങൾ നമ്മൾ കാണാൻ പറ്റി. ഞങ്ങളിങ്ങനെ ഗ്രൂപ്പ്സായിട്ട് പിരിഞ്ഞിട്ട് സ്ഥലങ്ങൾ കാണാൻ പോയി. ചില സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഹോണ്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളായിട്ട് തോന്നി. വലിയ വലിയ മരങ്ങൾ, അതിൻ്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ആകാശഗംഗ ഫീലൊക്കെ കിട്ടും. പക്ഷേ രസമുള്ള ഒരു സ്ഥലമായിരുന്നു. നമ്മളവിടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഇത് കണ്ടപ്പോൾ തന്നെ തോന്നിയത് നമ്മുടെ നാട്ടിലുള്ളൊരു വില്ലേജ് പോലെയല്ല.
ഇതൊരു ക്രാഫ്റ്റഡ് വില്ലേജാണ്. ആ ക്രാഫ്റ്റഡ് വില്ലേജിനെ അവർ നന്നായിട്ട് ടേക്ക് കെയറും ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ പുല്ലിൽ വീണ് കിടക്കുന്ന സാധനങ്ങൾ പോലും ഇവർ പറിക്കുവാണ്. ഇവിടുന്ന് നമ്മൾ പിന്നെ യാത്ര തുടങ്ങി. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമുക്ക് ആക്ച്വലി ടൈം ലിമിറ്റ് ഉണ്ട് ഓരോ സ്ഥലത്തും. പിന്നെ നമ്മൾ പോയത് ഒരു സീക്രട്ട് ഫോറസ്റ്റ് കാണാനാണ്. ആക്ച്വലി നമുക്ക് ലാസ്റ്റ് ഡേയ്സിലൊക്കെ ആയിട്ട് ഡോക്കി റിവറും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള തെളിഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ പോകുന്ന ബോട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഫ്ലഡായ കാരണം നമ്മൾ പോകാൻ പോകുന്നത് ഒരു സീക്രട്ട് വില്ലേജിലേക്കാണ്. ഒരു സീക്രട്ട് ഫോറസ്റ്റാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുള്ളി കളിച്ച് പോകുന്നത് ഞാൻ തന്നെയാണ്. അഗൈൻ ഈ സ്ഥലം ക്രോസ് ചെയ്താലാണ് ആ ഫോറസ്റ്റിലേക്ക് കയറാൻ പറ്റുക. അതൊരു രുദ്രാക്ഷ മരങ്ങളുള്ള ഒരു ഫോറസ്റ്റാണ്. കുറേ ഒരു അവിടെ നമ്മൾ കണ്ട ആൾ, നമ്മളെ ടൂർ ഗൈഡ് ഉണ്ടായിരുന്ന അയാളുടെ പേര് ബോൺ. അയാളുടെ പേരാണ് ബോൺ. ഈ ബോണാണ് നമുക്കിതെല്ലാം പറഞ്ഞു തന്നത്. അയാളുടെ വീഡിയോ ചെറിയൊരു ക്ലിപ്പായിട്ട് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. മൂപ്പര് ആക്ച്വലി റെഡി അല്ലായിരുന്നു മൂപ്പര് വീഡിയോ എടുക്കുന്നതിനോട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് എന്നെ ചീത്ത വിളിക്കുവാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇതിനകത്ത് കയറിയപ്പോൾ ഞാനും അയാൾ ഒരുമിച്ചാണ് നടന്നിരുന്നത്. അപ്പോൾ അയാൾ എനിക്ക് കുറേ കഥ പറഞ്ഞു തന്നു. മൂപ്പർക്ക് അധികം വയസ്സൊന്നുമില്ല, പക്ഷേ ഇതാണ് അയാളുടെ വരുമാന മാർഗം. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്. ഈ കാര്യങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് വേണ്ടത്. സോ രുദ്രാക്ഷത്തിൻ്റെ ഒരു മുഖമുള്ള രുദ്രാക്ഷം, 2 മുഖമുള്ളത്, പഞ്ചമുഖി, 6 മുഖമുള്ളത്, 7 മുഖം, ഇതിൻ്റെ എല്ലാം കഥ അയാൾ നമുക്ക് പറഞ്ഞു തന്നു. ആൻഡ് അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു വിഷ് ചെയ്യാനുള്ള ആവശ്യം ചെയ്യുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ രുദ്രാക്ഷം കാണിച്ചു തരാം. അതിന് മുന്നേ ഇതാണ് ആ രുദ്രാക്ഷങ്ങൾ. ഇത് ഇവിടുന്ന് എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. മരങ്ങളെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മരങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വിഷ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് വേണ്ടിയിട്ടോ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടോ എന്ത് വിഷ് ചെയ്താലും സാധിക്കും. പിന്നെ ഒരു തവണ അത് വന്നിട്ട് താങ്ക്സ് പറയണം എന്നാണ് പറയുന്നത്. ആക്ച്വലി ഞാൻ അവിടെ പോയി വിഷ് ചെയ്ത കാര്യം നടന്നു. ആൻഡ് ഒരു കൊല്ലം പോലും എടുക്കുന്നതിന് മുന്നേ നടന്നു. ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. മേ ബി അത് സൂപ്പർസ്റ്റിഷൻ ആയിരിക്കും, പക്ഷേ നടന്നു. എന്നിട്ട് നമ്മളവിടെ നിന്ന് പുറത്ത് വന്നിട്ട് പെൺകുട്ടികൾക്ക് 7 മുഖമുള്ള രുദ്രാക്ഷോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. വളരെ കോസ്റ്റ്ലിയാണ്. പക്ഷേ ഒരു കൗതുകത്തിന് ഒരു സോവനീർ പോലെയൊക്കെ നമ്മൾ ഈ രുദ്രാക്ഷത്തിൽ നിന്ന് ഒരു രുദ്രാക്ഷം വാങ്ങിച്ചായിരുന്നു. എന്നിട്ട് അവിടുത്തെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടുത്തെ ഒരു ചെറിയ ഹട്ട് കയറി ചായയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എലിഫൻറ്റ് ഫാൾസിലേക്ക് പോവാം. ഓക്കെ, എലിഫൻറ്റ് ഫാൾസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് പറയുന്ന പോലെ തന്നെ വലിയ ഫാളാണ്. വഴി മുഴുവനും ഫാൾസാണ്. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടങ്ങൾ. മേഘാലയ എന്ന് പറഞ്ഞാൽ തന്നെ അബോർഡ് ഓഫ് ക്ലൗഡ്സ് ആണ്. അത് വെള്ളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത മാതിരിയാണ് നമുക്ക് തോന്നിയത്. ഒത്തിരി വാട്ടർഫാൾസ് ഉള്ള സ്ഥലമാണ് ആൻഡ് ബ്യൂട്ടിഫുൾ വാട്ടർഫാൾസ്. ഇതെല്ലാം നമ്മൾ ആ സമയത്ത് ആസ്വദിക്കുകയായിരുന്നു. കുറേ നേരം എല്ലാ വാട്ടർഫാളിൻ്റെ മുന്നിൽ നിൽക്കുന്നു, കുറേ ഫോട്ടോസ് എടുക്കുന്നു, കുറേ വീഡിയോസ് എടുക്കുന്നു. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് ഞാനിത് റിയലൈസ് ചെയ്തത്, ഇതെല്ലാം വെള്ളമാണല്ലോ, നമുക്കിതിങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയ ചെറിയ അരുവികളിൽ നിന്ന് വെള്ളം പൊട്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം കണ്ട് വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ സൈഡിലെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ക്രാഫ്റ്റ് മാൻഷിപ്പ്, അവരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ടൂറിസ്റ്റുകൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്വൈറ്റ് കത്തിയാണ്, വേണ്ടവർക്ക് വാങ്ങാം. എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വാങ്ങിയില്ല. ഞാൻ മേഘാലയയിൽ നിന്ന് വാങ്ങിയത് കുറച്ച് എന്താ പറയുക, ഫ്രിഡ്ജ് മാഗ്നറ്റ്, പിന്നെ കുറച്ച് എനിക്കിഷ്ടപ്പെട്ട കൗതുകകരമായ കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇവിടെ കുറച്ച് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഊഞ്ഞാലിരുന്നിട്ട് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചും കുറച്ചേരൊക്കെ ആടി. പിന്നെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല രസമുണ്ടായിരുന്നു ഫ്രണ്ടിലിരുന്ന് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഷില്ലോങ്ങിലേക്ക് തിരിച്ചു വന്നു. അന്ന് ഷില്ലോങ്ങിലേക്ക് തിരിച്ചു വന്നിട്ട് വൈകുന്നേരം ഞങ്ങളൊരു കഫേയിൽ പോയി. അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. നല്ല ആംബിയൻസ് ഉള്ള കഫേ. അവിടുന്നുള്ള ചില ബട്ടർ സ്കോച്ചിൻ്റെ ഷേക്കൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു. ആൻഡ് ഷില്ലോങ്ങിൽ ഇത്തിരി നേരം കൂടെ രാത്രി ഷില്ലോങ് കാണാൻ നല്ല ഭംഗിയാണ്. ആ വൈബും എല്ലാം അടിപൊളിയായിരുന്നു. അവിടുന്ന് തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിലേക്ക് തിരിച്ചു വരികയാണ്. അന്നത്തെ ദിവസം അവിടെ അവസാനിച്ചു. പിറ്റേന്നാണ് മേഘാലയയിലുള്ള ലാസ്റ്റ് ദിവസം നമ്മുടെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടാവും, ഉമിയാം ലേക്കിൻ്റെ വ്യൂ പോയിന്റിൽ നമ്മൾ നിർത്തിയിരുന്നു. ആ ഉമിയാം ലേക്കാണിത്. അവിടെ ബോട്ടിംഗ് ഉണ്ട്, പക്ഷേ
ക്വൈറ്റ് പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം. നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോയി, ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ, അപ്പോൾ നല്ല രസമുള്ള വൈബായിരുന്നു അവിടെ. കുറച്ച് നേരം മിണ്ടാതിരിക്കാനും എന്താ പറയുക, ഒരു മെഡിറ്റേഷനൊക്കെ പറ്റിയ ഒരു അന്തരീക്ഷം. ഈ ടൂറിസ്റ്റുകളും അന്ന് വളരെ കുറവായിരുന്നു. അപ്പോൾ ഒരാൾക്ക് 600 ഓർ സംതിങ്, 600 അല്ല 400 ആണ് തോന്നുന്നു ആ ബോട്ടിങ്ങിനുള്ള ചാർജ് ഉണ്ടായിരുന്നു. ഇതാണ് ആ ബോട്ടിങ്. വലിയൊരു ബോട്ടിങ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എവിടെയോ പോയൊരു സ്ഥലത്തു നിന്ന് എടുത്ത വീഡിയോ ആണ്. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. അപ്പം ഞാനിങ്ങനെ തുള്ളി വന്നു. അതിനുശേഷം ലാസ്റ്റ് ഡേ ആയിരുന്നു. അവിടുന്ന് നമ്മൾ രാത്രി വൈകുന്നേരം നമ്മളെല്ലാവരും ഒരു 3 മണിയായപ്പോഴേക്കും നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി. പക്ഷെ ഞങ്ങളുടെ ഫ്ലൈറ്റ് 8 o'clock ഓർ 9 o'clock ആയിരുന്നു. നമുക്ക് ഇമെയിൽ വന്നു അത് 10 o'clock എക്സ്റ്റെൻഡായി. പിന്നെ ഒരു ഇമെയിൽ വന്നു അത് 11 o'clock എക്സ്റ്റെൻഡായി എന്ന്. പക്ഷെ പിറ്റേ ദിവസം ബാംഗ്ലൂർ എത്തുമ്പോഴേക്കും നമ്മൾ ഏർലി മോർണിംഗ് 2 മണിക്കൊക്കെ ആയിരിക്കും. ഇപ്പോൾ കുറച്ച് ഒരു സേഫ്റ്റി കൺസേൺ ഉള്ള കാരണം നമ്മൾ ആകാശ് എയറിൽ പോയി ചോദിച്ചപ്പോൾ അവർ നമുക്ക് ഫ്ലൈറ്റ് പ്രീപോൺ ചെയ്തു തന്നു. അങ്ങനെ മേഘാലയ